ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. ഓം മീറ്ററിൽ നിന്നുള്ള MCQs ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ആൻ ഓം മീറ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് ആൻ ഇൻഡക്ടർ ആൻഡ് ദ പോയിന്റർ ഇൻഡിക്കേറ്റ്സ് 0 ohms. The inductor is option A partial short, option B completely short, option C open and option D either B or C. ഇപ്പോൾ ഒരു ഓമീറ്റർ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. പോയിന്റർ റീഡ് ചെയ്യുന്നത് 0 ohms ആണ്. അതായത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ohms ആണ്. സോ റെസിസ്റ്റൻസ് 0 ohms വരുന്നത് ഏതിൻ്റെ കേസിലാണ്? ഓപ്പൺ സർക്യൂട്ട് ആണോ ഷോർട്ട് സർക്യൂട്ട് ആണോ? ഷോർട്ട് സർക്യൂട്ട് ആണ് അല്ലേ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കംപ്ലീറ്റ്ലി ഷോർട്ട്. ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന പാർഷ്യൽ ഷോർട്ട് ആണ്, അത് കറക്റ്റ് അല്ല. കംപ്ലീറ്റ്ലി ഷോർട്ട് ആവുമ്പോഴാണ് 0 ohms റെസിസ്റ്റൻസ് കാണിക്കുന്നത്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓപ്പൺ സർക്യൂട്ട് ആവുമ്പോൾ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആണ്. ഷോർട്ട് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് 0യും ഓപ്പൺ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയും ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. In a series type ohm meter, the position corresponding to full scale deflection and position corresponding to zero current indicates option A 0 ohm and infinity ohm respectively, option B infinity ohm and 0 ohm respectively, option C 0 ohm and 1000 kilo ohm respectively, option D none of the above. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓമീറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. സീരീസ് ടൈപ്പ് ഓമീറ്ററും ഷണ്ട് ടൈപ്പ് ഓമീറ്ററും. അതിൻ്റെ കാലിബ്രേഷൻ സ്കെയിലിനെ കുറിച്ചും പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് സീരീസ് ടൈപ്പ് ഓമീറ്ററിലെ കാലിബ്രേഷൻ സ്കെയിൽ? ഇൻഫിനിറ്റി ടു 0 ആണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഇൻഫിനിറ്റിയും റൈറ്റ് സൈഡിൽ 0 ohms ആണ് കാണിക്കുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വരുമ്പോൾ ഏതാണ്? ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വരുമ്പോൾ 0 ohms ആണ് കാണിക്കുന്നത്. 0 ohms. അതുപോലെ സീറോ കറൻറ്റ്, അതായത് നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് എവിടെയാണ്? ഇൻഫിനിറ്റി ഓംസിലാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 0 ohm ആൻഡ് ഇൻഫിനിറ്റി ohm റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ സീരീസ് ഓമീറ്ററിലെ കാലിബ്രേഷൻ സ്കെയിൽ ഈസ് ഫ്രം ഇൻഫിനിറ്റി ടു 0. ഈ ഷണ്ട് ഓമീറ്റർ ആണെങ്കിൽ കാലിബ്രേഷൻ സ്കെയിൽ ലെഫ്റ്റ് സൈഡിൽ 0 ohmഉം റൈറ്റ് സൈഡിൽ ഇൻഫിനിറ്റി ohmഉം ആയിരിക്കും കാണിക്കുന്നത്. Question number 3. What is the purpose of an ohm meter? Option A to measure resistance, option B to check continuity, option C to measure current, option D both A and B. ഓം മീറ്ററിൻ്റെ പർപ്പസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് ഓം മീറ്റർ യൂസ് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ടാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ടു ചെക്ക് കണ്ടിന്യൂറ്റി. അതെന്താണ്? ഒരു സർക്യൂട്ടിൻ്റെ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ആ സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ടായി അല്ലേ. ആൻഡ് ദ റെസിസ്റ്റൻസ് വിൽ ബി ഇൻഫിനിറ്റി ഓംസ്. അപ്പോൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനും ഓം മീറ്റർ യൂസ് ചെയ്യാം. കണ്ടിന്യൂറ്റി ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഓം മീറ്റർ ഇൻഫിനിറ്റി ഓംസ് ആയിരിക്കും കാണിക്കുന്നത്. ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് ടു മെഷർ കറൻറ്റ്. അത് റോങ് ആണ്. കറൻറ്റ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? ടു മെഷർ റെസിസ്റ്റൻസ് ആൻഡ് ടു ചെക്ക് കണ്ടിന്യൂറ്റി. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ബോത്ത് എ ആൻഡ് ബി. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ് ടു മെഷർ 1 ohm ആൻഡ് ബിലോ 1 ohm റെസിസ്റ്റൻസ് വാല്യൂ ആക്യുറേറ്റ്ലി? ഓപ്ഷൻ എ മെഗോമീറ്റർ, ഓപ്ഷൻ ബി മൾട്ടിമീറ്റർ അനലോഗ്, ഓപ്ഷൻ സി ഷണ്ട് ടൈപ്പ് ഓമീറ്റർ, ഓപ്ഷൻ ഡി സീരീസ് ടൈപ്പ് ഓമീറ്റർ. അപ്പോൾ 1 ohm ആൻഡ് ബിലോ 1 ohm റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുമ്പോൾ ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ സീരീസ് ടൈപ്പ് ഓമീറ്റർ ഷണ്ട് ടൈപ്പ് ഓമീറ്റർ പഠിച്ചപ്പോൾ ഇതിൽ ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏതാണ്? ഷണ്ട് ടൈപ്പ് ഓമീറ്റർ ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഷണ്ട് ടൈപ്പ് ഓമീറ്റർ. ഇനി മെഗോമീറ്റർ, ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന മെഗോമീറ്റർ. മെഗാ ഓം കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, അത് ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ്. സോ അത് ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ മൾട്ടിമീറ്ററും ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസിൽ അത്ര ആക്യുറേറ്റ് റീഡിംഗ് അല്ല കാണിക്കുന്നത്. സോ അതും ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. സീരീസ് ഓമീറ്റർ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, അത് ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഷണ്ട് ടൈപ്പ് ഓമീറ്റർ. So series ohm meter is
used to measure high resistance and shunt ohmmeter is used to measure low value of resistance. Question number 5. Which type of instrument is used to make an ohmmeter? Option A, moving coil type. Option B, repetitive type. Option C, dynamometer type. And option D, moving iron type. ohmmeter മേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? ഓപ്ഷൻ എ ആണ്, മൂവിങ് കോയിൽ ടൈപ്പ്. മൂവിങ് കോയിൽ ടൈപ്പ്. അപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ohmmeter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സീരീസ് ടൈപ്പ് ohmmeter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ, അതായത് PMMC, അതിനോടുകൂടി സീരീസ് ആയിട്ട് ഒരു ബാറ്ററിയും ഒരു റിയോസ്റ്റാറ്റും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് സീരീസ് ടൈപ്പ് ohmmeter. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ohmmeterൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കാറ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ അതിൻ്റെ ആൻസേഴ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. താങ്ക് യു.